SAP ക്യാമ്പിൽ ട്രെയിനി ജീവനൊടുക്കാൻ കാരണം മേലുദ്യോഗസ്ഥന്മാരുടെ മാനസിക പീഡനവും ജാതി വിവേചനവും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതുതന്നെയാണ് മരണപ്പെട്ട ആനന്ദിൻ്റെ സഹോദരൻ അരവിന്ദിൻ്റെ പരാതി. മുഖ്യമന്ത്രിക്ക് ആ രീതിയിലുള്ളൊരു പരാതി കൊടുത്തു കഴിഞ്ഞു. ട്രെയിനിയായ ആനന്ദ് 4 മാസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 10 മാസത്തെ ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിൻ്റെ ചാർജ് SAP കമാൻഡൻ്റാണ്, പിന്നെ ഡെപ്യൂട്ടി കമാൻഡൻറ്റും ഉണ്ട്. പരേഡ് ഗ്രൗണ്ടിലെ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റും അതിൻ്റെ ചാർജുള്ള ഇൻസ്പെക്ടറും ഏത് സമയം ഉണ്ടാവും. ട്രെയിനിയുടെ കാര്യങ്ങൾ മുഴുവൻ സൂപ്പർവൈസ് ചെയ്യേണ്ടത് അവരുടെ സൂപ്പർവൈസറി ഓഫീസർ കമാൻഡൻറ്റും അതോടൊപ്പം ഡെപ്യൂട്ടി കമാൻഡൻറ്റുമാണ്. എല്ലാവർക്കും ഇയാളുടെ മരണത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ജാതി വിവേചനം കാണിച്ചുവെന്നും മാനസിക സംഘർഷം ഉണ്ടായെന്നും ഒക്കെയാണ് പുറത്തേക്ക് വരുന്ന ആരോപണങ്ങൾ. തീർച്ചയായിട്ടും അവർക്ക് ഇതിനകത്തൊരു റോളുണ്ട്. കാരണം ആ പയ്യൻ്റെ ആ സംഭവമായിട്ട് നമ്മൾ നോക്കുമ്പോൾ മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വൻ വീഴ്ചകളുണ്ടായിരിക്കുന്നു. മരണത്തിന് അല്പം മുമ്പ് ആ കുട്ടി അമ്മയെ വിളിച്ചിരിക്കുന്നു. അമ്മയെ മരുന്ന് കഴിക്കണം, അമ്മയുടെ ക്ഷേമാന്വേഷണം ഒക്കെ ചോദിക്കുന്നു. അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് വരുന്നത്. ഇത് നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ചിന്താശക്തിയുള്ള, നല്ലൊരു കേഡറ്റായിരുന്നു അരവിന്ദ്. കാരണം നിരന്തരമായിട്ട് പഠിക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും വീട്ടിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമ്പം കൂലിപ്പണിക്ക് പെയിൻറ്റിങ്ങിന് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പയ്യനായിരുന്നു ആനന്ദ്. അദ്ദേഹത്തിന് പോലീസ് സെലക്ഷൻ കിട്ടുന്നതിന് മുമ്പ് PSCയിലെ റാങ്ക് ലിസ്റ്റിൽ അദ്ദേഹത്തിന് പല ടെസ്റ്റുകളും പാസ്സായി. സിവിൽ പോലീസ് ഓഫീസർ മാത്രമല്ല, ഫയർമാനായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു റാങ്ക് ലിസ്റ്റിൽ. വനം വകുപ്പിൻ്റെ ബീറ്റ് പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുണ്ട്. അങ്ങനെ എല്ലാ ടെസ്റ്റുകളിലും അദ്ദേഹം വിജയിച്ച ഒരു റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന വ്യക്തിയാണ്. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ പോലീസിനോട് വലിയ ഇഷ്ടമാണ്, സ്നേഹമാണ്. അതുകൊണ്ടാണ് പോലീസ് ഓപ്റ്റ് ചെയ്തു വന്നത്. പോലീസിനെ വെറുക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ മറ്റ് ഇഷ്ടം പോലെ അദ്ദേഹം ടെസ്റ്റ് എഴുതി പാസ്സായിട്ടുണ്ട്. എക്സൈസിലോ ഫോറസ്റ്റിലോ ഫയർഫോഴ്സിലോ ഒക്കെ പോകാം. എങ്കിലും ആനന്ദിന് പോലീസിൽ ജോയിൻ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നത്, അല്ലാതെ വേറൊരു ജോലി കിട്ടാഞ്ഞിട്ടല്ല വന്നത്. അങ്ങനെയുള്ളൊരു പയ്യൻ അവിടെ നല്ല സ്മാർട്ടായിരുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം കൊണ്ട് തന്നെ, അവരുടെ മോശമായ സംസാരം കൊണ്ടും ഇദ്ദേഹം താഴ്ന്ന ജാതിക്കാരനാണെന്നുള്ള ഒരു വിവേചനം കാണിച്ചു എന്നൊക്കെയാണ് സഹോദരൻ അരവിന്ദ് പറയുന്നത്. തീർച്ചയായിട്ടും അതിന് ആ മേലുദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ്ങിൻ്റെ ചാർജുള്ള SAP കമാൻഡൻറ്റ് മുതൽ ഇൻസ്പെക്ടർ വരെയുള്ളവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ കാരണം 16-ാം തീയതി ചൊവ്വാഴ്ച ആദ്യമായിട്ട് അയാൾ ശുചിമുറിക്കുള്ളിലെ കൈഞ്ഞരമ്പ് മുറിച്ച് കിടക്കുന്നത് കണ്ടു. അത് സാധാരണഗതിയിൽ എല്ലാവരും ഒരു കൈയിലെ ഞരമ്പാണ് മുറിക്കുന്നത്. പക്ഷേ 2 കൈയിലെ ഞരമ്പ് മുറിച്ചിരിക്കുന്നു. അത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതല്ല, പീഡനം മുഖേന തന്നെ. അത് ജാതീയമായ കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം മാനസിക സംഘർഷമുണ്ടായി. മറ്റുള്ള ആൾക്കാരെ വെച്ച് അവഹേളനം പാത്രക്കാരനാക്കിയോ എന്ന് സംശയമുണ്ട്. അമ്മ അടുത്ത് നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ ഈ വിവരം പറഞ്ഞിട്ടുണ്ടാവും, സഹോദരൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവും. അവർ നല്ല ധൈര്യം കൊടുത്തിട്ടുണ്ടാകും, നീ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുക എന്ന്. ഈ കയ്യിലെ 2 ഞരമ്പ് മുറിച്ചപ്പോൾ, 2 കയ്യിലെ ഞരമ്പുകൾ മുറിച്ചപ്പോൾ അമ്മയും സഹോദരനും വന്നു. പയ്യനെടുത്ത് സംസാരിച്ചു. പക്ഷേ ഒറ്റയ്ക്ക് മകൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ SAPയിലെ ഉദ്യോഗസ്ഥന്മാർ അത് അനുവദിച്ചില്ല. അത് ഒന്നാമത്തെ പാകപ്പിഴ തെറ്റ്. അയാളുടെ വേദന എന്താണെന്ന് വളർത്തിയ അമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ, അല്ലെ സഹോദരനല്ലേ അറിയത്തുള്ളൂ. മൂത്ത സഹോദരനും അറിയാം.
ആ ഇളയ സഹോദരൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, വേദന എന്താണെന്നൊക്കെ മേലുദ്യോഗസ്ഥന്മാരുടെ ട്രെയിനിങ് നടത്തിയെടുത്ത് പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. സ്വന്തം അമ്മയുടെ അടുത്തും വീട്ടുകാരുടെ അടുത്തും മനസ്സ് തുറക്കുള്ളൂ. അതുകൊണ്ടാണ് അമ്മ ഈ സംഭവം ഉണ്ടായെന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കൈമുറിച്ചെന്നറിഞ്ഞപ്പോൾ അമ്മയും സഹോദരനും വന്നു, സാന്ത്വനം കൊടുത്തു, ധൈര്യം കൊടുത്തു. ഒരാഴ്ച തന്നെ അമ്മയുടെ ഒപ്പം വിടണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ ഒരു മണ്ടത്തരമല്ലേ അത്? കാരണം ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകാൻ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രമിച്ചു എന്ന് കണ്ടാൽ അത് തീർച്ചയായിട്ടും വലിയൊരു മാനസിക സംഘർഷം ആ പയ്യനുണ്ടായി. തീർച്ചയായിട്ടും ആനന്ദിനെ വീട്ടിൽ പറഞ്ഞു വിടണമായിരുന്നു. അത് സാമാന്യ ജനങ്ങൾ ചെയ്യുന്ന കാര്യം. വീടുമായിട്ട് ഒരാഴ്ച ഇൻട്രാക്ട് ചെയ്യുമ്പം വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അത് ഉദ്യോഗസ്ഥന്മാർ വിട്ടില്ല. രണ്ടാമത് അവർ വീട്ടിൽ അമ്മയോടോ സഹോദരനോട്ടും പ്രൈവറ്റായിട്ട് സംസാരിക്കുന്നതിന് എന്തായിരുന്നു തടസ്സം? അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ SIPയിലുണ്ടോ? അല്ലെങ്കിൽ ഈ ട്രെയിനിങ് നടക്കുന്നിടത്തുണ്ടോ? ഇല്ല. ട്രെയിനിങ് 365 ദിവസം അല്ലെങ്കിൽ 10 മാസം നടക്കുമ്പോൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ട്രെയിനിങ് ഉണ്ടാവും. ഞായറാഴ്ച റെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു സംവിധാനമാണ് 10 മാസം. അതിൻ്റെ ഇടയ്ക്ക് തോന്നിയ മാസം വീട്ടിലൊന്നും അയക്കില്ല. അതൊക്കെ പോലീസ് ഫോഴ്സിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ എന്താ മാർഗം? സൈക്കാട്രി എടുത്തായി പോവുക, മാനസിക സംഘർഷം കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് അവർ നടത്തും. ഒപ്പം അദ്ദേഹത്തിന് മാനസിക സംഘർഷം കുറഞ്ഞ് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ പോകണം. അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. 9 വർഷം മുമ്പ് ആ പിതാവ് മരിച്ചു. ആ അമ്മയാണ് ഈ 2 കുട്ടികളെയും വളർത്തിയത്. അരവിന്ദിനെ അതുപോലെ ആനന്ദിനെ, ഇളയ ആനന്ദിനെ. 9 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചുപോയി. അതിനുശേഷം സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിൻ്റെ ഇടയ്ക്കും ആനന്ദ് പഠിക്കാൻ താല്പര്യം കാണിച്ച് പഠിച്ചു. രാവും പകലിരുന്ന് പഠിച്ചു. PSC നടത്തിയ 4-5 ടെസ്റ്റിൽ പാസ്സായി. അപ്പോൾ ആ വലിയ ജീവിക്കണമെന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ട്. നല്ല രീതിയിൽ ജീവിക്കണ സമൂഹത്തിൽ നല്ല പൗരനായിട്ട് വളരണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ്. ആഗ്രഹത്തിന് എന്താണ് വിഘാതം സംഭവിച്ചത്? ആരാണ് അതിൻ്റെ കാരണക്കാരൻ? അദ്ദേഹത്തിൻ്റെ സഹോദരൻ പങ്കുവെച്ചത്, അമ്മ പങ്കുവെച്ചത് ജാതി വിവേചനം കാണിച്ചുവെന്ന്. അതുതന്നെയല്ല, അത് മുഖേന മാനസികമായി ധാരാളം പീഡിപ്പിച്ചു. ഈ ക്യാമ്പുകളിൽ ട്രെയിനിങ് ഒക്കെ നടത്തുമ്പം ട്രെയിനിങ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഇവരെ മാനസിക പീഡനം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരാണ്. ഈ ഗ്രൗണ്ട് ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും പരേഡ് തെറ്റിച്ചാലോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള സന്ദർഭത്തിൽ നല്ല ചീത്ത പറയുന്ന ആൾക്കാരാണ്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ പറയുന്നത്. അവരുടെ സംസ്കാരം അങ്ങനെയാണ്. അവിടെ ഒരു ഇൻസ്പെക്ടറുണ്ട്, അസിസ്റ്റന്റ് കമാൻഡൻ്റ് ഉണ്ട്, ഡെപ്യൂട്ടി കമാൻഡൻ്റ് ഉണ്ട്, സൂപ്പർവൈസറി കമാൻഡൻറ്റും ഉണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർ കൂടിയാലോചിച്ച് അയാളെ വീട്ടിൽ പറഞ്ഞു വിടണമായിരുന്നു. സൈക്യാട്രി ഡോക്ടറെ അടുത്ത് ഇവർ സംസാരിക്കണം. അല്ലാതെ താഴെക്കടയിലുള്ളൊരു ഉദ്യോഗസ്ഥനെ ഒരു ഹവിൽദാറിൻ്റെ മോളിൽ ചുമതലയേൽപ്പിക്കുകയല്ല വേണ്ടത്. കാണിച്ചതെല്ലാം കമാൻഡൻറ്റ് ഉൾപ്പെടെ താഴോട്ട് ഡെപ്യൂട്ടി കമാൻഡൻറ്റ്, അസിസ്റ്റന്റ് കമാൻഡൻറ്റ്, ഇൻസ്പെക്ടർ കാണിച്ചത് മണ്ടത്തരമാണോ? ആ പയ്യനെ അമ്മയെ സഹോദരനുമായിട്ട് പ്രൈവറ്റായിട്ട് സംസാരിക്കാൻ അവരുടെ മേലധികാരി സമ്മതിച്ചില്ല. തെറ്റുപറ്റിപ്പോയില്ലേ? ഇത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. നല്ല ഒരു ഫ്യൂച്ചറുള്ള ഒരു പയ്യനായിരുന്നു. രണ്ടാമത് ആ കുടുംബത്തിന് സർക്കാർ ജോലിക്ക് ഒരാൾ വന്നപ്പം അമ്മയും ആ മൂത്ത സഹോദരൻ എന്തുമാത്രം അത് സന്തോഷിച്ചിട്ടുണ്ടാവും. 16-ാം തീയതി 2 കൈയുടെയും ഞരമ്പ് മുറിച്ച ആൾ 18-ാം തീയതി ആ ബാരക്സ് എത്തി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. രണ്ടാമത്തെ ശ്രമം വിഫലമായില്ല, ആത്മഹത്യ ചെയ്തു. അതിന് ഉത്തരവാദികളാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. സീനിയർ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉത്തരവാദികൾ തന്നെ. അത് വീട്ടുകാർ പറയുന്നതിൽ കഴമ്പുണ്ട്. അരവിന്ദും അമ്മയും പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് ഇതേപ്പറ്റി അന്വേഷിക്കണം. ഇവരുടെ ഭാഗത്തുള്ള വീഴ്ചകളാണ്. ഈ ട്രെയിനിങ് സമയത്ത് പലർക്കും മാനസിക സംഘർഷം ഉണ്ടാവും, ശാരീരികമായ ക്ഷമതയുണ്ടാവും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അതിൽ നിന്ന് അവരെ അതിജീവിപ്പിച്ച് അവരെ കൗൺസിലിംഗ് നടത്തിയും അവിടെയുള്ള ക്യാമ്പിൽ തന്നെ ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടറുടെ അഡ്വൈസിൽ ഒരു സൈക്കാട്രി ഡോക്ടറെ ഗവൺമെൻറ് ഇഷ്ടം പോലെയുണ്ട്. തൊട്ടടുത്ത് SIP ക്യാമ്പിലുണ്ട്, അവിടെ മെൻ്റൽ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റൽ തൊട്ടടുത്ത് മെഡിക്കൽ കോളേജ്, ഇവിടെ എല്ലാം സൈക്കാട്രി വിങ് വളരെ വിപുലമാണ്. നല്ല ഡോക്ടേഴ്സും അവിടെയുണ്ട്. ആ പയ്യനെ അങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു. പിന്തിരിപ്പിച്ച് അയാളെ തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തിൽ കൊണ്ടുവന്ന് സമൂഹത്തിന് ഉത്തരവാദിത്തമുള്ള
ഒരു ജോലി അദ്ദേഹത്തിൻ്റെ കയ്യിരിക്കുന്നതുകൊണ്ട് വലിയധികം സേവനങ്ങൾ ആ പയ്യൻ്റെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. അതെല്ലാം ഈ മേലുദ്യോഗസ്ഥന്മാരുടെ മഠത്തരവും മണ്ടത്തരവും കാരണം അസ്ഥാനത്തായി. അവർക്കൊക്കെ എതിരായിട്ട് കൃത്യമായ നടപടി എടുക്കണം DGP, അല്ലെങ്കിൽ ADGP, ആംഡ് പോലീസിൻ്റെ ചാർജുള്ള ADGP ഉണ്ട്. അവിടെ കൊണ്ട് നിന്നില്ലെങ്കിൽ DGP ലെവലിൽ ആ കാര്യങ്ങൾ പരിഹരിക്കണം. ഇനി ഈ രീതിയിലുള്ള ഒരു സംഭവം ക്യാമ്പിലുണ്ടാകരുത്. പല ക്യാമ്പുകളിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് കൃത്യമായ ഒരു കൗൺസിലിംഗ് ഇവർക്ക് കൊടുക്കണമെന്നുള്ള പ്രാഥമികമായ അറിവ് പോലും അവിടെയുള്ള ഈ മേലുദ്യോഗസ്ഥന്മാർക്കില്ല എന്ന ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവരുടെ വീട്ടിലായാലും ഒരു കുട്ടിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ഒരു സൈക്യാട്രി ഡോക്ടർ അല്ലെങ്കിൽ വീട്ടുകാർ അതിൽ നിന്ന് അവരെ മോചിപ്പിച്ച് നോർമലായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ക്യാമ്പിലുണ്ടായില്ല. അതുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അടിയന്തരമായ നടപടി എടുക്കണം. ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇയാളെ ജാതി വിവേചനം കാണിച്ചിട്ടുണ്ടെങ്കിൽ SC/ST ആക്ട് പ്രകാരം കേസ് സെക്ഷൻ അത് കൃത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സെക്ഷൻ ഇട്ടുകൊടുക്കേണ്ടി വരും. 174 CRPC അനുസരിച്ച് മാറും. അത് BNSS സെക്ഷൻ മാറും. ജാതി വിവേചനം കാണിച്ചിട്ടുണ്ട് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്, സെക്ഷൻ മാറും. SP മുതൽ താഴോട്ടുള്ളവർ അതിൻ്റെ ഉത്തരവാദിത്തമാണ്. സൂപ്പർവൈസറി ഓഫീസർ എന്ന് പറഞ്ഞാൽ കസേര ചടഞ്ഞുകൂടി ഇരിക്കാൻ പറ്റില്ല ഒരു കമൻഡാൻറ്റിനും ഒരു ഡെപ്യൂട്ടി കമൻഡാൻറ്റിനും. ഫീൽഡിലിറങ്ങണം, പരേഡ് ഗ്രൗണ്ടിൽ വരണം, ദൈനംദിനം വന്ന് നോക്കണം. ആഴ്ചയിൽ ഒരിക്കലല്ല, ദൈനംദിനം. രാവും മോർണിംഗിൽ പരേഡ് ഉണ്ടാവും, ഈവനിങ് പരേഡ് ഉണ്ടാവും. ആ സമയത്ത് മേലുദ്യോഗസ്ഥന്മാർ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥന്മാർ ഗ്രൗണ്ടിലുണ്ടാകണം. ഇതൊക്കെ ഈ പയ്യൻ്റെ കാര്യത്തിൽ ഈ SIP ഇപ്പം നടക്കുന്ന ഈ ട്രെയിനിങ് സമയത്ത് ഉണ്ടായോ? ഇനി 6 മാസം കൂടെ ട്രെയിനിങ് ഉണ്ടാവും. ഇതുപോലെ തീർച്ചയായിട്ടും അപകടം മറ്റുള്ളവർക്കും ഉണ്ടാകാം. മാനസിക സംഘർഷമുള്ള ധാരാളം പേര് അവിടെ ഇനിയും ഉണ്ടാവും. അതുകൊണ്ട് DGP ലെവലിൽ ആഭ്യന്തര വകുപ്പ് ഇത് ശ്രദ്ധിക്കണം. നമുക്ക് PSC നല്ലൊരു പയ്യനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ആരാണ് ജാതി വിവേചനം കാണിച്ച് ആരാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് അതൊക്കെ അന്വേഷിക്കണം. ക്യാമ്പിലെ പൊതുവായി ഈ ട്രെയിനിങ് സമയത്ത് ആ ട്രെയിനിങ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും പുലഭ്യം പറയാറുണ്ട്, മോശവാക്കുകൾ പറയാറുണ്ട്, ചീത്ത വാക്ക് പറയാറുണ്ട്. അത് സർവ്വസാധാരണമാണ്, നമുക്കൊക്കെ അതറിയാം. അത് പരിച്ഛേദം നിർത്തണം. കാരണം ഇപ്പം വരുന്ന കുട്ടികൾ പണ്ടത്തെ പോലെ 8ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരല്ല. പലരും അവിടുത്തെ മേലുദ്യോഗസ്ഥനായിരിക്കുന്ന ഡെപ്യൂട്ടി കമാൻഡൻറ്റ്, അസിസ്റ്റന്റ് കമാൻഡൻറ്റ് അല്ലെങ്കിൽ കമാൻഡൻറ്റിനേക്കാളും വളരെയധികം ഡിഗ്രി ഉള്ളവരാണ്. ഗ്രാജുവേഷൻ മാത്രമല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. അവിടെ പല ആൾക്കാർക്കും BTech MTech ഉള്ളവരാണ്, ഡോക്ടറേറ്റ് ഉള്ളവരുണ്ട്. ജോലി കിട്ടാതെ വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജോലിക്ക് വരുന്നവരാണ്. അവർക്കൊക്കെ തീർച്ചയായിട്ടും പണ്ടത്തെ പോലല്ല. അവരെ അവഹേളിച്ച, ചീത്ത വിളിച്ച, ജാതിപരമായി സംസാരിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും മാനഹാനി ഉണ്ടാവും. അവർ ഇതുപോലുള്ള കൃത്യത്തിലേക്ക് എടുത്ത് ചാടും എന്നും വരാം. അതുകൊണ്ട് അടിയന്തര ശ്രദ്ധ, അടിയന്തര അന്വേഷണം ഇതിനകത്ത് വേണം. ആ അമ്മയുടെ അടുത്ത് അയാൾ മരിക്കുന്നതിന് അല്പം മുമ്പ് അമ്മയെ ഫോണിൽ വിളിച്ചു. 1 മണിക്കൂറിനുള്ളിൽ മരണമടയുകയും ചെയ്തു. അമ്മ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ SIP ക്യാമ്പിൽ നിന്നോ വിളിച്ചറിയിച്ചിട്ടുണ്ടാവും സംഭവം. 1 മണിക്കൂർ കഴിഞ്ഞപ്പം മകൻ അങ്ങോട്ട് വരുന്നു എന്നാണ് പറഞ്ഞെന്നാണ് വരുന്ന വാർത്തകൾ. അങ്ങനെയല്ല പറയേണ്ടത്. അവരെ സമാശ്വസിപ്പിക്കണം. അവരുടെ മകൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ക്യാമ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പം കൊണ്ട് തന്നെ. വീട്ടിൽ വളർന്നു വന്ന് അവിടെ കൂലിപ്പണിക്ക് പോയും അവിടെ പഠിച്ചും വിദ്യാർത്ഥിയായി പഠിച്ച് നല്ല റാങ്കിലൊക്കെ PSC ടെസ്റ്റ് എഴുതിയ മകൻ വീട്ടിൽ നിന്ന് 10 മാസത്തേക്ക് മാറുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റേതായ ടെൻഷൻ ഉണ്ടാവും. ഇവർ മാത്രമല്ല, അവിടെയുള്ള പല ട്രെയിനിക്ക് ടെൻഷൻ ഉണ്ടാവും. ചിലർ കല്യാണം കഴിച്ചതായിരിക്കും, ഭാര്യയെ കാണാൻ പറ്റുന്നില്ല, മക്കളെ കാണാൻ പറ്റുന്നില്ല, ചിലപ്പോൾ കുട്ടികളുള്ളവർ അവിടെ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ പരിഗണിക്കണം മേലുദ്യോഗസ്ഥന്മാർ. അല്ലാതെ ഇതുപോലെയുള്ള സ്ട്രിക്റ്റായിട്ടൊരു നടപടി എടുക്കുന്നപ്പോൾ മനുഷ്യത്വപരമായി പെരുമാറാൻ കൂടി അവർ പഠിക്കണം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ജാതി ചിന്ത വന്നിട്ടുണ്ടാവും. ആ രീതിയിൽ അയാൾ ചിലപ്പം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. മേലുദ്യോഗസ്ഥനായ ഒരാൾ മോശമായി പറയുമ്പോൾ താൻ ജാതിയിൽ താന്നതായതുകൊണ്ടായിരിക്കും അങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നൂലേ? പൊതുവേ ഡിസിപ്ലിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ പലതും തെറ്റായിട്ടാണ്. ചീത്തവിളിയും തെറിവിളിയും ഒക്കെ നടക്കുന്നുണ്ട്. മാന്യമായിട്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനും കേരള പോലീസ് തയ്യാറാണ്. എല്ലാ രംഗത്തും ഏത് ഫീൽഡിലുള്ളവരും. കാരണം പൊതുജനങ്ങളോട് ഇടപെടുന്നതൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടല്ലോ, CCTV ദൃശ്യത്തിലൊക്കെ. പരിച്ഛേദം പോലീസിൻ്റെ സംഭാഷണം, അവരുടെ സംസാരം, അവരുടെ പ്രവൃത്തി, അവരുടെ നോട്ടം, ഇരിപ്പ്, അവരുടെ നടപ്പ്, അവരുടെ അന്വേഷണ രീതി എല്ലാം മാറിയെങ്കിൽ മാത്രമേ നല്ലൊരു കേരള പോലീസിന് നമുക്ക് ലഭിക്കുകയുള്ളൂ.